മുഴപ്പിലങ്ങാട് തറവാട് അഗതി മന്ദിരത്തിൽ 7 വർഷം മുൻപ് നടന്ന പീഡനവുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതരായ ആളുകൾ ഭാരവാഹികളായി തുടരുകയാണെന്ന് ജസ്റ്റിസ് ഫോർ തറവാട് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് ഇ.കെ. വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തറവാട്ടിലെപ്പോഴും ഭാരവാഹികളായി തുടരുന്ന മുഹമ്മദ് ഷെരീഫ്, ഫസൽ ബാത്തല, നാസർ അടൂർ, ഖാദർ പനക്കാട്, സമീർ കോയക്കുട്ടി എന്നീ കുറ്റവാളികൾ പുറത്തുപോയി തീരൂ എന്നാണ് ജസ്റ്റിസ് ഫോർ തറവാടിന്റെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. 7 വർഷം മുൻപാണ് തറവാട് അഗതി മന്ദിരത്തിൽ ഒരു പെൺകുട്ടി ഗർഭിണിയാവുകയും അന്നത്തെ ട്രസ്റ്റ് സെക്രട്ടറിയായിരുന്ന മുഹമ്മദ് ഷെരീഫ് രഹസ്യമായി മറ്റൊരിടത്തേക്ക് മാറ്റുകയും ചെയ്തത്. അന്ന് ട്രസ്റ്റിയായിരുന്ന ഹാഷിം ബപ്പന് വിവരം അറിയുകയും ട്രസ്റ്റിന് പരാതി നൽകുകയും ചെയ്തെങ്കിലും ഇപ്പോഴും ഷെരീഫ് അടക്കമുള്ളവർ തറവാട്ടിൽ ഭാരവാഹികളായി തുടരുകയാണെന്നും അബ്ദുൾ റഷീദ് കുറ്റപ്പെടുത്തി. വാർത്താ സമ്മേളനത്തിൽ ജസ്റ്റിസ് ഫോർ തറവാട് പേട്രൺ ഹാഷിം ബപ്പൻ, കൺവീനർ സഫീർ എന്നിവർ പങ്കെടുത്തു. ലൈംഗിക അപവാദങ്ങൾ പൊട്ടി വിടുന്നതുവരെ ഞാൻ അവർക്ക് വളരെ നല്ലവനായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ എല്ലാവരും കൂടി ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് എത്തുകയും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നാൽ പുറത്തരാൻ പാടില്ല എന്നുള്ള നിലപാട്, അതാണ് പ്രശ്നം. അത് ഒതുക്കണം എന്നാണ്. നമ്മൾ ഒതുക്കാത്തതുകൊണ്ട് ആ പരാതി ആദ്യം ഒരു പെൺകുട്ടി ഗർഭിണിയ പ്രശ്നമായിരുന്നു, അതിൽ എഴുതിയിട്ടുണ്ട്. അവരെ പറഞ്ഞു വെച്ചാൽ അത് ഞങ്ങൾ അന്വേഷിക്കും, കമ്മീഷൻ വെച്ചിട്ട് അന്വേഷിക്കും, അത് തെറ്റാണെങ്കിൽ നിങ്ങളെ പുറത്താക്കും. ഞാൻ പറഞ്ഞു നമുക്ക് ആയിക്കോട്ടെ, അത്രയും ഉറപ്പുള്ള കാര്യമാണ്. സാക്ഷികൾ ഉണ്ടായിരുന്നു, 2 സ്ത്രീകളോട് പറഞ്ഞ കാര്യമായിരുന്നു, എവിടെ ഉള്ളതെന്ന് അറിയായിരുന്നു. അപ്പൊ ആ തരത്തിൽ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നാണ്. പക്ഷെ ഒരു കമ്മീഷനെ വെക്കുകയും 1 മാസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വരികയും ചെയ്തു. കമ്പനി എനിക്ക് തന്ന ഇമെയിൽ എൻ്റെ അടുത്തുണ്ട്, മുഴുവൻ ഇല്ലാത്തതാണ്, അങ്ങനെ ഒരു പീഡനം നടന്നിട്ടില്ല, ഗർഭിണിയായിട്ടില്ല, ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അന്ന് എനിക്ക് അങ്ങോട്ട് ഒന്നും പറയാനില്ല, ഞാൻ പുറത്താക്കപ്പെടുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ഞാൻ പുറത്താക്കപ്പെട്ടപ്പോഴാണ് എന്റെ രസം. പിന്നെ കുറെ പെൺകുട്ടികൾ വരാൻ തുടങ്ങി പരാതിയുമായിട്ട്. ആശമിക്ക നിങ്ങളവരായിട്ട് ശത്രുതയിലാണ് മനസ്സിലായി, അപ്പം പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ ഒരാളില്ല. അതിലൊരു കുട്ടി എന്നോട് പറഞ്ഞിട്ട്, ഒന്ന് ഈ പറയുന്ന MSW കോഴ്സ് ഉണ്ടല്ലോ, അവര് ഇതിന് വരാന് പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വരും, 6 മാസത്തെ അവിടെ തന്നെ താമസിച്ചിട്ട് ചെയ്യണം, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അഗതി മന്ദിരങ്ങളിൽ. അപ്പൊ അങ്ങനത്തെ കുട്ടികളാണ് വളരെ മോശം രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നത്. ഈ മുഹമ്മദ് ഷെരീഫ് എന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറി ആ കുട്ടികൾ പെരുമാറിയതിന്റെയും പിന്നെ മൊഴികളൊക്കെ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. അന്ന് മൊഴികളുണ്ടെന്ന് മാത്രമല്ല, അത് പരസ്പരം സാക്ഷ്യപ്പെടുന്ന മൊഴികളുണ്ട്. കെയർടേക്കർമാർ, മാനേജർ, അങ്ങനെയാണ് കമ്മീഷൻ വെക്കുന്നത്, 6 അംഗ കമ്മീഷൻ. അന്ന് സംരക്ഷണ സമിതി ഒരു കമ്മിറ്റി ഉണ്ടാക്കി, അതിന്റെ 3 പേരും തറവാടിന്റെ 3 പേരും. അതിലൊരു ദിവസം എന്ന് വെച്ചാൽ 8 or 10 സ്ത്രീകളുടെ മൊഴിയായിട്ട് പോയിട്ട് തറവാടിന്റെ ആളെന്നെ പറഞ്ഞത്, തറവാടിന്റെ ഭാഗത്തുള്ള 3 കമ്മീഷനുകൾ പറഞ്ഞത് നമുക്കിത് മതിയെന്ന്. 2 പെൺകുട്ടികളാണ്. ഒരു പെൺകുട്ടിനെ വിസ്തരിച്ചു, അവിടെ ഉണ്ടായിരുന്ന മാനേജറിനെ വിസ്തരിച്ചു. ആ പെൺകുട്ടി തന്നെ 2 പേരുടെ പേര് കൂടി പറഞ്ഞു. എന്നെ മാത്രമല്ല വേറെ 2 പെൺകുട്ടികളെയും വളരെ മോശമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. മാനേജറും പറഞ്ഞു, എന്നോട് കുട്ടി കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇവിടുന്ന് പോയാൽ മതി, ഇവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ട് 6 അംഗ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. ട്രസ്റ്റ് അത് അംഗീകരിച്ചു. ട്രസ്റ്റ് ആ 2 കൊല്ലത്തേക്ക് മൂപ്പര സസ്പെൻഡ് ചെയ്തു. അതാണ് രസം. ആ 2 കൊല്ലത്തിന് ശേഷം ഇപ്പം 5 കൊല്ലമായിട്ട് പിന്നെയും പുള്ളി ഗൾഫിലായിരുന്നുള്ള സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ നോക്കുമ്പോൾ ഗൾഫൊക്കെ മതിയാക്കിയിട്ട് പിന്നെ അവിടെ തന്നെ കിടന്ന് വിലസുന്നുണ്ട്. അതൊക്കെ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നം സൃഷ്ടിക്കുകയാണ്. രണ്ടാമതൊരു